ഷിരൂർ ദൗത്യം തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി സാധ്യതകൾ പരിശോധിക്കാനാണ് കേരളം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം തിരച്ചിൽ തുടരുമെന്ന് ഷിരൂർ MLA സതീഷ് സെയിലും വ്യക്തമാക്കി. ചെളിയും ഒരു ആൽമരവും ഉൾപ്പെടെ ലോറിക്ക് മുകളിൽ അടിഞ്ഞുകിടക്കുകയാണ്. ഇത് മാറ്റി എങ്ങനെ ലോറി കണ്ടെത്താമെന്നാണ് പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ നിലവിൽ തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്? പ്രാദേശിക മുങ്ങൽ വിദഗ്ധരടക്കം അവിടേക്ക് വന്നു. 100 അടി താഴ്ചയിൽ പോലും കലക്കവെള്ളത്തിൽ ശക്തിയായ അടിയൊഴുക്കിൽ മുങ്ങാൻ യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് പോയി തിരയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രതികൂല കാലാവസ്ഥ കാരണം അവർക്ക് പോലും ചില നിബന്ധനകൾ ഉണ്ടായി, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാനുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ തിരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്? കഴിഞ്ഞ ദിവസം തെരച്ചിലിനായി എത്തിയ മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ മൽപ്പെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും ഷിരൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ ദുഷ്കരമാണ് ഇപ്പോഴും തിരച്ചിൽ എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഭാഗത്ത് വലിയ രീതിയിൽ ചെളി അതിന് മുകളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 4 മീറ്റർ ആഴത്തിൽ ചെളി മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു ആൽമരവും കടപുഴകി അവിടെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ആൽമരത്തിലാണെങ്കിൽ ഒരു സ്റ്റേ വയർ ചുറ്റിയ നിലയിലാണ്. ആ സ്റ്റേ വയർ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേ വയർ പൊട്ടിച്ച് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ആൽമരം പൊന്തി വരികയോ അല്ലെങ്കിൽ അത് ഒഴുകി പോവുകയോ ചെയ്യുമോ എന്നുള്ളതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ചളി മാറ്റണം. ആ ചളി 4 അടി ആഴത്തിലുള്ള ആ ചളി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഈ അടിയിൽ ഉള്ള വസ്തു അതല്ലെങ്കിൽ ഒരു ശക്തമായ മെറ്റൽ സാന്നിധ്യമാണ് ഈ അടിയിലുള്ളത് എന്നുള്ളതാണ് പരിശോധനകളിൽ, റഡാർ പരിശോധനയിലാണെങ്കിലും സോണാർ പരിശോധനയിലാണെങ്കിലും അതല്ലെങ്കിൽ ഡ്രോൺ പരിശോധനയിലാണെങ്കിലും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് ശക്തമായ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ആ ലോഹ സാന്നിധ്യം അർജുൻ്റെ വാഹനം തന്നെയാണോ, ആ വാഹനത്തിനകത്ത് അർജുനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഏതായാലും അത് വലിയ ദുഷ്കരമാണ്. അത് ഏത് തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഏതായാലും അധികൃതർക്ക് തന്നെ ഇല്ല. കാരണം അവർ എല്ലാ സാധ്യതകളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം ഈ പുഴയുടെ നടുക്കാണ് ഈ ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുഴ കുത്തിയൊലിക്കുമ്പോൾ 6.5 നോട്ട് വരെയാണ് പുഴയിലെ ഒഴുക്ക്. ചിലയിടങ്ങളിലാണെങ്കിൽ അത് 10-12 നോട്ട് വരെ ഒഴുക്കുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് ഇറങ്ങിയ മത്സ്യത്തൊഴിലാളിയായ ഈശ്വര മൽപ്പെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശക്തമായ ഒഴുക്കുള്ളപ്പോൾ എങ്ങനെ പുഴയുടെ മധ്യത്ത് നിന്നും ഈ ചളി മാറ്റി അതിനകത്ത് കിടക്കുന്ന ഈ ലോറിയെ പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ട്രെജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ പുഴയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന അത് തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അരുൺ. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് എത്തിയ മന്ത്രിമാർ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടൊപ്പം നിർണായകമായ ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ലോറിക്ക് മുകളിൽ അടിഞ്ഞു കിടക്കുന്ന ചില വസ്തുക്കൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. ഒരു ആൽമരം ഉൾപ്പെടെ ലോറിക്ക് മുകളിൽ അടിഞ്ഞു കിടക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് ആ പ്രതികരണത്തിലൂടെ. ആ 4 പോയിന്റിൽ ഒത്തിരി 3 പോയിന്റ് നിങ്ങൾ നോക്കി. ആ 3 പോയിന്റിൽ എന്നെ പറഞ്ഞാൽ കീഴെ ഒരു ഈ മാടിൻ്റെ ഷീറ്റ് ഉണ്ടല്ലേ, കടേൻ്റെ ഷീറ്റ്, ആ കടേൻ്റെ ഇത് കമ്പിൻ്റെ ഷീറ്റ് അത് ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. അത് എടുക്കാനാവില്ല. അത് കല്ലിൻ്റെ അടിയിലുണ്ട്, പിന്നെ മേലെ വലിക്കാനാവില്ല. ഞാൻ നോക്കി അത് എടുക്കാൻ അതെല്ലാം ഇല്ല. പിന്നെ നീരിൻ്റെ കറണ്ട് ദേശമുണ്ട് 12.6 ഉണ്ട് കറണ്ട്. അന്ന് സ്പീഡ് ഒരു വണ്ടി ഇപ്പോൾ 200 സ്പീഡിൽ കാർ എങ്ങനെ പോകും അതേ സ്പീഡിൽ നമ്മൾ അടിയിലുണ്ട്. നിങ്ങളെ ഒരു വാട്ടി നമ്മൾ കയറ് പിടിച്ചിട്ട് പോയാൻ 3 ആങ്കർ ഇട്ട് നമ്മൾ അടിയിലിട്ട് 3 ആങ്കർ ഇട്ട് അടിയിലെ കയറ് പിടിച്ചുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ട് പോകും. ആ സമയത്തിൽ 3 പോയിന്റിലെ ഒന്നുമില്ല, ഒന്നും കടിച്ചില്ല. ഒരു 30 അടി 40 അടി തനക്ക് കിളട്ടുണ്ട്. അത് ഓരോരോ മാതിരി 10 ഫീറ്റ് ഉണ്ട്, 20 ഫീറ്റ് ഉണ്ട്, 30 ഫീറ്റ് ഉണ്ട്, 40 ഫീറ്റ് 60 ഉണ്ട്. അവിടെ ഒരു 6 ഡേ ആക്കി. ആനന്ദ് പുത്തൂർ കൂടി ചേരുകയാണ്. ആനന്ദ്, നിലവിലത്തെ തിരച്ചിൽ ദുർഘടമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൽമരം അടിഞ്ഞു കിടക്കുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് എത്രത്തോളം പെട്ടെന്ന് മാറ്റി ലോറിയിലേക്ക് അല്ലെങ്കിൽ ക്യാബിൻ കണ്ടെത്താനുള്ള തിരച്ചിലെല്ലാം
സജീവമായി തുടർന്നാൽ മാത്രമേ അല്ലെങ്കിൽ ബോഡി കോണ്ടാക്ട് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് കിട്ടിയാൽ മാത്രമേ അർജുനടുത്തേക്കുള്ള ദൂരം കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള ദുർഘടമായ ചില കടമ്പകൾ കടന്നാൽ മാത്രമല്ലേ അർജുനിലേക്കുള്ള ദൂരം കുറയുകയുള്ളൂ? ദേവിക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഈ അർജുൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഈ ക്യാബിനിലേക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിന് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് കുത്തൊഴുക്ക് തന്നെയാണ്. രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നുണ്ട്. 2 തവണ മാത്രമാണ് ഇന്ന് മഴ പെയ്തത്. പക്ഷേ ഈ പുഴയിലെ കുത്തൊഴുക്ക് സദാസമയം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പേടകർ സംഘം ഈ പുഴയിലേക്ക് ഇറങ്ങാൻ മുങ്ങിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ കുത്തൊഴുക്ക് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കാണാനായ ചില കാര്യങ്ങൾ ആ ഭാഗത്ത്, അതായത് ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഈ 3ാമത്തെ സ്പോട്ടിൽ മരത്തിന്റെ ചില്ലകളടക്കം കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ അവിടെ നിന്നുണ്ടായ മരങ്ങളടക്കം അതിനോട് ഒഴുകിച്ചേരുകയും അത് ഈ ലോറി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മൺകൂനയ്ക്ക് മുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ 2 ടവറുകൾ, അതിന്റെ വൈദ്യുത ലൈൻ തുടങ്ങിയവയും ഇതിനോട് ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അത് കണ്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ മരത്തിന്റെ ചില്ലകളടക്കം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ വൈദ്യുതി ലൈനുകൾ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാബിനകത്തേക്ക് അല്ലെങ്കിൽ ക്യാബിനടുത്തേക്ക് എത്താൻ്റെ ആദ്യ പടി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അപ്പോഴും പ്രതിബന്ധമായി നിൽക്കുന്നത് ഈ പുഴയിലെ ഒഴുക്ക് തന്നെയാണ്. ഏതാണ്ട് 6 മുതൽ 8 നോട്ട് വരെയാണ് പുഴയുടെ ഒഴുക്ക്. അതിലിപ്പോഴും കുറവ് വന്നിട്ടില്ല. 3.5 നോട്ട് വരെ മാത്രമാണ് അത്തരത്തിൽ ആളുകൾക്ക് ഇറങ്ങിക്കൊണ്ട് നീന്താൻ പറ്റുന്നത് അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ട് തപ്പാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ വേഗത കുറയേണ്ടതുണ്ട്, കുത്തൊഴുക്കിന്റെ വേഗത കുറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കർണാടക MLA പറഞ്ഞിട്ടുള്ളത്. കേരള സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ്. എന്തായാലും പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ തുടരും. പക്ഷേ ഈ ആധുനിക ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഡ്രഡ്ജിങ് സംവിധാനമാണ്, അതായത് മണ്ണ് മാറ്റുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അത് കൊണ്ടുവരണമെങ്കിൽ തന്നെ പാലത്തിന്റെ ഒരു പരിമിതികളും അതിനകത്തുണ്ട് എന്നുള്ള ഒരു വാർത്തയും ഉണ്ട്. ശരി, ആനന്ദപുത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.